ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു തേങ്ങ അരച്ച ചെമ്മീൻ കറി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ച ചെമ്മീൻ ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ദേ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ് കേട്ടോ. കറിക്ക് എടുക്കാനാണേ. ശേഷം നമ്മുടെ ജാറുണ്ടല്ലോ, അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, ഒരു ഉള്ളി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആവണ്ട കേട്ടോ. ഇത് ചട്ടി വയ്ക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, അത് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില ഇടുക. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും ഒരു തക്കാളി ചെറുതാക്കി അരിയുക കേട്ടോ. അതും നന്നായിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ തേങ്ങ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് തിളക്കണ വരെ നോക്കാം കേട്ടോ. തിളച്ച് കഴിയുമ്പോഴേക്കും 2 കഷ്ണം കുടംപുളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേവിച്ച് വെച്ചാൽ ചെമ്മീനോട് ഇട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിനകത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ദേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണേ.